ഈ ഗാന്ധിവധത്തിന് പിന്നിൽ നെഹ്റുവിന്റെ പങ്കുള്ളതായി, അത് ആസൂത്രണം ചെയ്തത് നെഹ്റു എന്ന ആരോപണവുമായി ഒരു പ്രസ്താവനയുമായി BJPയുടെ കർണാടകയിൽ നിന്നുള്ള ഒരു MLA രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഇത്തരം BJP നേതാക്കളുടെ ഈ അനാവശ്യ വിമർശനങ്ങൾ ഇന്ത്യയിൽ ഈ വഴി തെറ്റിക്കും ഇന്ത്യയുടെ ചരിത്രത്തെ തന്നെ. ഓന് ഭ്രാന്താണ്. ഇങ്ങനെയുള്ള കുറേ ആളുകൾ പലതും പറഞ്ഞു നടക്കുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത്? ഗാന്ധി നടത്തെ പറ്റിയിട്ട് ഏറ്റവും ചുരുങ്ങിയ 2 അന്വേഷണങ്ങൾ നടന്നല്ലോ. ഈ 2 അന്വേഷണങ്ങളൊന്നും ഒന്നും പറയാത്ത കാര്യങ്ങൾ ഇയാൾ കേട്ടി. ഇതൊക്കെ പക്ക രാഷ്ട്രീയമാണ്. ഇതിലും വലിയ ശുദ്ധ ബോഷ്കുണ്ട്. ഈ നെഹ്റു കുടുംബം എന്ന് വെച്ചാൽ മുസ്ലിംസ് ആണെന്നും, അത് കാശ്മീരിൽ നിന്ന് വന്ന മുസ്ലിംസ് ആണെന്നും, ഈ ഒരു മുസ്ലിം ഡൈനാസ്റ്റി ആണെന്നൊക്കെ. ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ്? ഒരു ലോജിക്കില്ല നമ്മളൊരാൾ ആക്രമിക്കുന്നതിന്. നിങ്ങളവരെ DNA ടെസ്റ്റ് നടത്തിയിട്ടാണ് വെറുതെ കഥകൾ ഉണ്ടാക്കുക. സത്യത്തിൽ ഇത്തരം ശുദ്ധ ബോഷ്കുകൾ പറയുമ്പോഴാണ് BJP RSS ഒരുപാട്, എസ്പെഷ്യലി RSS ഒരുപാട് യാഥാർത്ഥ്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ അതിനെല്ലാം തന്നെ നിഴലിലാക്കുന്ന, എല്ലാ സംശയത്തിലാക്കുന്ന, RSSനെ കളിയാക്കുന്ന ആളുകൾ. അപ്പം ഉത്തരേന്ത്യയിൽ RSS ബഹുമാനിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ RSS BJP എന്നൊക്കെ പറഞ്ഞാൽ ഒരു ലാഫിംഗ് സ്റ്റോക്കാണ്. ആളുകൾ ചിരിച്ചു കളുന്നൊരു കാര്യമാണ് ബേസിക്കലി. വെസ്റ്റേൺ കൺട്രീസിലേക്ക് പോയി കഴിഞ്ഞാലും അങ്ങനെയാണ്. അവർ ഈ ക്ലെയിമൊക്കെ കേട്ട് അവർ ചിരിച്ചു കളയുക. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെ ശുദ്ധ ബോഷ്കായിട്ടുള്ള ഈ നമ്മുടെ മഹാഭാരത കാലത്ത് ഇൻ്റർനെറ്റ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ പിന്നെ പശുവിൻ്റെ കൊമ്പിൻ്റെ ഇടയിൽ റേഡിയോ ആക്ടിവിറ്റി പോസിബിൾ അല്ല, മൊബൈൽ വർക്ക് ചെയ്യില്ലെന്നും, പ്ലൂട്ടോണിയം ചാണകത്തിൽ നിന്ന് ഉണ്ടാക്കാന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. പിന്നെ പശുവിനെ വളർത്തി പ്ലൂട്ടോണിയം ഉണ്ടാക്കിയാൽ പോലെ. ഇതാണ് സത്യത്തിൽ. ഇത് പറയുന്ന ഈ ഒഫീഷ്യലായിട്ടുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇതിപ്പം നെഹ്റുവിനെ പറ്റിയൊക്കെ പറയുന്നത് കുറച്ച് ഒഫീഷ്യലായിട്ടുള്ള, ഇപ്പോൾ ഇയാൾ MLA മറ്റോ ആണ്. ഇതിനുമ്പ് മറ്റാരും അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ബസവഗൗഡ പട്ടേലാണ് അവിടുത്തെ ഒരു കർണാടകയിൽ. പട്ടേൽ ചെറിയ മാറ്റം വരുത്തിയ ആൾ ശരിക്കുള്ള പേരാവും. പിന്നെ ഞാൻ പറയുന്നില്ല, കാരണം ഇവരെയൊക്കെ ആരാധിക്കുന്ന പോലെ BJPക്കാരുണ്ട്. അവർ രശ്മികനായ കൂടുതൽ പറയാത്തത്. അപ്പം ഇതൊക്കെ ശരിക്കും എന്താണെന്ന് വെച്ചാൽ സ്വയം നമ്മളെ തന്നെ വില കളയുന്നതാണ്. ഉള്ളൊരു വിലയുണ്ട്, ഉണ്ടാകുന്നൊരു വിലയുണ്ട്, അത് വെറുതെ കളയുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത് നെഹ്റു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു, അതൊക്കെ ഉണ്ടാവും. നെഹ്റുവിന് കുറച്ച് ഏകാധിപത്യം, സെൽഫ് സെൻറ്റഡ്. പക്ഷേ ഏറ്റവും കൂടുതൽ ജനാധിപത്യ സ്വഭാവം കാണിച്ചിട്ടുള്ള ആൾ കൂടിയാണ് നെഹ്റു. അതായത് ഇന്ത്യയിലെ ഒരു ചരിത്രത്തിൽ ഇതുവരെ ലെജിസ്ലേച്ചറിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാളില്ല. ഇപ്പോൾ നമ്മുടെ ജനാധിപത്യ 3 തൂണുകളാണ്: ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. അതിൽ ബാക്കി എല്ലാവരും എക്സിക്യൂട്ടീവിന് ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകളാണ്. ഇപ്പോൾ നരേന്ദ്രമോദിയാണെങ്കിൽ, ഇന്ദിരാഗാന്ധി, അവരൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ പവറാണ്. ലെജിസ്ലേച്ചറിന് ഇത്രമാത്രം ഏറ്റവും കൂടുതൽ സഭകൾ കൂടുക, എല്ലാ വിഷയങ്ങളും സഭകളിൽ നിന്ന് ആലോചിക്കുക, സഭയിൽ നിന്ന് തീരുമാനം എടുക്കുക, പരമാവധി ഡെമോക്രാറ്റിക്കായി പോവുക. പ്രതിപക്ഷ ആളുടെ ശേഷി ആർക്കും ഇല്ലാതിരുന്നിട്ട് പോലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ CPIൻ്റെ AKGനെ പിടിച്ച് പ്രതിപക്ഷ നേതാവാക്കുക. അപ്പോൾ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത. നെഹ്റു വലിയ ജനാധിപത്യവാദിയായിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഞാനാണ് ശരി. എല്ലാ ജനാധിപത്യവാദികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. മുജീബ് റഹ്മാനും നെഹ്റുവിനൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണ് ശരി, കൂടുതൽ ശരി ഞാനാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു. പക്ഷേ മറ്റുവല്ലേ നമ്മൾ വെച്ച് നോക്കുമ്പോൾ നെഹ്റു വലിയ ജനാധിപത്യവാദിയാണ്. നമ്മൾ കൂടുതൽ ഇൻഡെപ്തായി പഠിക്കുമ്പോൾ നെഹ്റുവിൽ മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട്. അരവിന്ദ് കെജ്രിവാളിലെല്ലാം ഉണ്ട് ഞാനാണ് ശരി, ഞാനാണ് കൂടുതൽ ശരി എന്നുള്ളത്. മറ്റേ ഞാൻ മാത്രമാണ് ശരിയെന്ന് നെഹ്റു കറ്റിയത്. ഇന്ദിരാഗാന്ധി കഥയായിരുന്നു ഞാൻ മാത്രമാണ് ശരി. പക്ഷെ നെഹ്റു അങ്ങനെ ആയിരുന്നില്ല. ഒരു 10 വർഷം മുമ്പ്, ഒരു 10-20 വർഷം മുൻപ് നെഹ്റുവിനെ ആരും വിമർശിക്കില്ല. കാരണം അദ്ദേഹം ഒരു ഇന്ത്യയുടെ ഒരു ഫേസായി നിന്നു. ഇപ്പോൾ അദ്ദേഹം വിമർശനത്തിനിടെയാണ്. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ അതിഭീകരമായി നെഹ്റുവിനെ വിമർശിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ 10 വർഷമായിട്ടേ ഉള്ളൂ നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ട്. കാരണം വെച്ചാൽ BJP അധികാരത്തിൽ വരികയും ഗ്ലോബലൈസേഷൻ വരികയും ഗ്ലോബലൈസേഷനോടുകൂടി നമ്മൾ വിപണി തുറന്നു കൊടുക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോഴാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാരെക്കാളും വലിയ ദൈവമാണ് നെഹ്റു. നെഹ്റുവിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് സോഷ്യലിസ്റ്റുകളാണ്. RSS പോലും ഇങ്ങനെ വിമർശിച്ചിട്ടില്ല. മസാനി എന്നൊക്കെ പറഞ്ഞ സോഷ്യലിസ്റ്റ് നേതാവുണ്ടായിരുന്നു, ലോഹിയ. അതുപോലെ വേറൊരു ശക്തനായ വിമർശകൻ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. അത് കഴിഞ്ഞിട്ട് BJP RSS പോലും വരുന്നുള്ളൂ. അതൊക്കെ തെറ്റാണ്. ശക്തമായ വിമർശനം നെഹ്റുവിനെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇത്തരം വിമർശനങ്ങൾ അതിശക്തമാകുന്നു. ഇപ്പം നമ്മൾ ഇസ്ലാമിനെ പറ്റി പറയുമ്പം പറയാറുണ്ട്, ഇസ്ലാം, ഈ സോഷ്യൽ മീഡിയയാണ് ഇസ്ലാമിൻ്റെ ശത്രു. അങ്ങനെയല്ല, ഇസ്ലാമിൻ്റെ ഉള്ളിൽ അതിശക്തമായ വിമർശനങ്ങളുണ്ടായിരുന്നു. ഇതിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ ഇസ്ലാമിൻ്റെ പേരിൽ നടക്കും. ഇപ്പം ഞങ്ങളുടെ കുടുംബമൊക്കെ അത് കൃത്യമായി എൻ്റെ 2-3 തലമുറ മുമ്പേ ചോദ്യം ചെയ്ത കുടുംബമാണ്. എന്താ തെറ്റായ പ്രവണതകൾ, ദുർവ്യാഖ്യാനങ്ങൾ ചോദ്യം ചെയ്ത കുടുംബങ്ങളാണ്. ഈ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ നമ്മളൊക്കെ മുസ്ലിംസ് തന്നെയാണ്, എല്ലാം നല്ല പള്ളിയിലൊക്കെ പോകുന്ന മുസ്ലിംസ് തന്നെയാണ്. വിശ്വാസത്തിനൊന്നും ഒരു, പക്ഷേ ഇത് തെറ്റായ വ്യാഖ്യാനങ്ങൾ. ഇപ്പോൾ ഹിന്ദു മതത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദു മതം നമുക്ക് പറയാൻ പറ്റില്ല, ഇത് സംസ്കാരമാണല്ലോ. ഹൈന്ദവ സംസ്കാരത്തിലാണെങ്കിൽ ഈ രാജാ മോഹൻ റായ് ചെയ്തതെന്താ? അദ്ദേഹം വേദങ്ങളെയും ഉപനിഷത്തുകളെയും എടുത്തുകൊണ്ട് ബാക്കി പുരാണങ്ങളെയും ധർമ്മശാസ്ത്രങ്ങളെയൊക്കെ ചോദ്യം ചെയ്യുക ചെയ്തത്. എസൻസിനെ എടുത്തുകൊണ്ട് തെറ്റായ പ്രവണത, പുരാണങ്ങളെ ധർമ്മശാസ്ത്രങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് വന്ന തൊട്ടുകൂടായ്മ, സതി പോലെയുള്ള
പ്രവണതകളെ ചോദ്യം ചെയ്യുകയാണ് ചെയ്തത്. ഇതുണ്ടായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഇത് വളരെ വൈഡായി. കൂടുതൽ ആളുകൾ സംസാരിക്കുക, ഓപ്പണായി സംസാരിക്കാൻ തുടങ്ങി. പലർക്കും ഫേസ് ഇല്ല, ഫേക്ക് ഐ ഡി ഉണ്ടാക്കി സംസാരിക്കാൻ പറ്റും. അതുപോലൊരു സംഭവം തന്നെ. നെഹ്റുവിനെതിരെ അക്കാദമിക്കൊക്കെ ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു. നെഹ്റുവിയൻ എക്കണോമിയെ പറ്റിയൊക്കെ അതിശക്തമായ വിമർശനം ഉണ്ടായിരുന്നു. ജെ.എൻ.യുലൊക്കെ സ്കോളേഴ്സൊക്കെ തന്നെ അതിശക്തമായി ക്രിട്ടിക്കായിരുന്നു നെഹ്റുവിയൻ എക്കണോമി. അതൊക്കെ തെറ്റാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വന്നു, അത് കുറച്ചുകൂടി ഓപ്പൺ. രണ്ട് BJP അത് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ചില ആളുകളൊക്കെ പറയാൻ മടിച്ചിരുന്നു. കാരണം ഭരണത്തെ സപ്പോർട്ട് ചെയ്തിരുന്ന, ഭരണത്തെ ആശ്രയിച്ച് കഴിയുന്ന ആളുകൾ. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിലായിരുന്നു. അപ്പോൾ നെഹ്റുവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചില പദവികൾക്കൊക്കെ കിട്ടുന്ന കോൺഗ്രസ് പരിഗണിക്കാതിരിക്കുന്ന പേടി ചില മീഡിയോക്കറായിട്ടുള്ള അക്കാദമിഷ്യൻസ്, ടോപ്പായിട്ടുള്ള ഇപ്പോൾ പ്രഭാത് പട്നായിക്കിനെ പോലുള്ള ആളുകൾക്കൊന്നുമില്ല, ഇൻ ബിറ്റ്വീനുള്ള ആളുകളുണ്ടല്ലോ, ഇങ്ങനെയുള്ള ആളുകളാണല്ലോ കൂടുതൽ. അവർക്കുണ്ട്, അവർ നിശബ്ദരായിരുന്നു. അവർ ഒരു പക്ഷേ ഇപ്പോൾ സംസാരിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവരെ വിശ്വസിക്കുകയും വേണ്ട, ഇൻറ്റഗ്രിറ്റി ഇല്ലാത്ത ആളുകൾ. ഇപ്പോൾ പ്രഭാത് പട്നായിക്കൊക്കെ അന്നും പറഞ്ഞിട്ടുണ്ട്, ഉത്സവ പട്നായിക്കൊക്കെ അന്നും പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറയുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഇപ്പം നെഹ്റു എന്തടിസ്ഥാനത്തിൽ നെഹ്റുവും ഗാന്ധിയും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസ് ഇവരൊക്കെ കോൺഗ്രസ്സിലെ ഒരു എന്തായിരുന്നു, യുവത്വക്കികളായിരുന്നെന്ന് പറയാം. കോൺഗ്രസ്സിലെ കുറച്ച് ഉൽപ്പതിഷ്ണുക്കളായ ആളുകളായിരുന്നു. ഗാന്ധിജി ഒന്നും ആദ്യഘട്ടത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടതേയില്ല. 29-ൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസും ഒക്കെ നിർബന്ധിച്ചതുകൊണ്ടാണ് അവസാനം പൂർണ്ണ സ്വരാജ് നാശത്തിലേക്ക് കോൺഗ്രസ് വന്നത്. അപ്പോൾ ഇവർ ഇടതുപക്ഷ സ്വഭാവമുള്ള ആളുകളായിരുന്നു. ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം നെഹ്റുവും ഗാന്ധിയും തമ്മിൽ നല്ല ബന്ധത്തിലല്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടല്ലോ. അത് ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ നെഹ്റുവും ഗാന്ധിയും തമ്മിൽ ഇങ്ങനെ ആദ്യ പ്രശ്നങ്ങളുണ്ട്. അത് ആശയപരമായ പ്രശ്നങ്ങളാണ്. ഞാനും എൻ്റെ ടീച്ചേഴ്സും തമ്മിൽ ഇങ്ങനെ പല ആശയപരമായ പ്രശ്നങ്ങളും അതിശക്തമായിട്ടുള്ള വാദങ്ങളൊക്കെ നടന്നു. പക്ഷേ വി ആർ ഇൻ വെരി ഗുഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഗാന്ധിയും നെഹ്റുവും തമ്മിലുള്ള വ്യത്യാസം. ഗാന്ധിക്ക് 2 ശിഷ്യന്മാരായിരുന്നു, ഒന്ന് പട്ടേലും ഒന്ന് നെഹ്റുവും. പട്ടേലിൻ്റെ കാര്യം, പട്ടേൽ കുറച്ചൊരു ഹിന്ദുത്വ സ്വഭാവമുള്ള ആളും കുറച്ചും കൂടി ഒരു അഗ്രസീവായിരുന്നു. നെഹ്റുവിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നെഹ്റുവിന് ഹിന്ദുത്വ സ്വഭാവമല്ല, ഇറ്റ് വാസ് എ കോസ്മോപൊളിറ്റൻ, ഒരു വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു നെഹ്റു. അപ്പം നമ്മൾ നോക്കും, ഗാന്ധി നെഹ്റു നമ്മൾ കോൺട്രഡിക്ഷൻ തുടങ്ങുന്ന അവിടെയാണ്. ഗാന്ധി വാസ് വെരി മച്ച് എൻ ഇന്ത്യൻ ഹിന്ദു, മനസ്സിലായോ? അപ്പോൾ പട്ടേലുമായിട്ടാണ് കുറച്ചും കൂടി ഇത്. പക്ഷേ പട്ടേൽ എടുത്തുചാട്ടക്കാനാണ്, ഗാന്ധി എടുത്തുചാട്ടക്കാനല്ല, നെഹ്റു എടുത്തുചാട്ടക്കാനല്ല. ഇങ്ങനെയാണ് ഈ പെർമിറ്റേഷൻ കോമ്പിനേഷൻ വരുന്നത്. അപ്പം ഇതതിൻ്റെ ഒന്നാമത് അവരുടെ ഉണ്ടായിരുന്നു. പക്ഷേ 2, നെഹ്റു ഒരു സോഷ്യലിസ്റ്റായിരുന്നു, സോഷ്യലിസ്റ്റ് സ്വഭാവം, ഫാബിയൻ സോഷ്യലിസം എന്ന് പറയും. അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ്. സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിക്ക് ഇഷ്ടമായിരുന്നില്ല. സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിക്കെതിരെ, ഗാന്ധിയുടെ സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചാണ് പ്രസിഡന്റ് ആയത്. പിന്നെ അവിടെ ഗാന്ധിക്ക് എതിർപ്പുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റിയില്ല, അദ്ദേഹം രാജിവെച്ച് പോവുകയാണ് ചെയ്തത്. എന്നാൽ സുഭാഷ് ചന്ദ്രബോസ് എടുത്തുചാട്ടക്കാരനായിരുന്നു. അതാണ് ഗാന്ധി അദ്ദേഹത്തെ അടുക്കുന്നത്. നെഹ്റു കുറച്ചും ഡിപ്ലോമാറ്റിക് ആയിരുന്നു. നെഹ്റു വളരെ ഗാന്ധിക്ക് ഒരു ഡ്യൂ റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടാണ് വിമർശിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല എടുത്തുചാട്ടം ഉണ്ടായിരുന്നില്ല. ഇന്ത്യയുടെ ഒരു ഡൈവേഴ്സിറ്റി ഉൾക്കൊള്ളുന്ന ആളായിരുന്നു നെഹ്റു. അതായത് മുസ്ലിംസ്, ക്രിസ്ത്യൻസ് ഇവരൊക്കെയുള്ള ഡൈവേഴ്സിറ്റി. പക്ഷേ കുറച്ചുകൂടി ഒരു ഹിന്ദുത്വ സ്വഭാവമുള്ള, ഹിന്ദുത്വ സ്വഭാവം എന്ന് വെച്ചാൽ ഇതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല, കുറച്ചുകൂടി ഹിന്ദു മേധാവിത്വത്തെ പറ്റി സംസാരിക്കുന്ന ആളായിരുന്നു പട്ടേൽ. അതുപോലത്തെ സുഭാഷ് ചന്ദ്രബോസ് ആണെങ്കിൽ അദ്ദേഹം വേറൊരു തരത്തിൽ ആയുധമെടുത്ത് പോരാടണം വേണമെങ്കിലെന്ന് പറഞ്ഞ ഒരാളായിരുന്നു. ഗാന്ധി വാസ് കംപ്ലീറ്റ്ലി അഗെയിൻസ്റ്റ് ദാറ്റ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കും, ഇവർ 3 പേരും ഗാന്ധിക്ക് വേണ്ടപ്പെട്ട ആളുകളാണ് പോലും, ഗാന്ധിക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പോലും. സുഭാഷ് ചന്ദ്രബോസിനോട് പിന്നെ ഇഷ്ടക്കേട് വന്നെങ്കിൽ തന്നെ നെഹ്റു എന്തുകൊണ്ടാണ് വെച്ചാൽ നെഹ്റു ഇന്ത്യയുടെ കോസ്മോപൊളിറ്റൻ സ്വഭാവം ഉൾക്കൊണ്ടിരുന്നു. എടുത്തുചാട്ടക്കാനല്ല, ഡിപ്ലോമാറ്റിക്കാണ്. പുതിയ ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തൻ നെഹ്റു ആണെന്ന് ഗാന്ധിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് പട്ടേലിൻ്റെ മുകളിൽ ഗാന്ധിയെ സെലക്ട് ചെയ്തത്. ശരിക്കും പട്ടേലിനാണ് അദ്ദേഹത്തെ സ്വഭാവം വെച്ച് സെലക്ട് ചെയ്യേണ്ടത്. നെഹ്റു ഗാന്ധി സെലക്ട് ചെയ്യേണ്ടിയിരുന്നത്. സപ്പോർട്ട് ഉത്തരേന്ത്യയിലൊക്കെ പട്ടേലിന് തന്നെയായിരുന്നു, ഈ പോപ്പുലർ സപ്പോർട്ട്. നെഹ്റു ഒരു കോസ്മോപൊളിറ്റനായിരുന്നു. നെഹ്റുവിനെ ഏറ്റവും സപ്പോർട്ട് സൗത്ത് ഇന്ത്യയിൽ നിന്ന് നഗരങ്ങളിൽ നിന്നൊക്കെയാണ്, സ്ത്രീകളുടെ ഇടയിൽ നിന്നൊക്കെ. ബട്ട് നെഹ്റുവിന് എന്തുകൊണ്ട് അദ്ദേഹം സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അത് നെഹ്റു ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയായി ഇന്ത്യയെ നയിക്കാൻ പ്രാപ്തം എന്നുള്ള ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളുണ്ട്. ഡിപ്ലോമാറ്റിക്കലാണ്, എടുത്തുചാട്ടമില്ല, കുറച്ചും കൂടി ഒരു കോസ്മോപൊളിറ്റൻ കോമ്പോസിറ്റ് കൾച്ചറിനെ ഉൾക്കൊള്ളുന്ന ആളാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നെഹ്റുവിൻ്റെ കാലത്ത് അദ്ദേഹത്തെ കൊന്നത് ഹിന്ദു മഹാസഭയാണ്, RSS അല്ല, മനസ്സിലാക്കണം. ഹിന്ദു മഹാസഭയാണ്. ഹിന്ദു മഹാസഭയുടെ ആ കൊലപാതകം നിർവഹിച്ച കക്ഷി ഗോഡ്സെ, അത് 1934 RSS വിട്ടതാണ്. RSSൻ്റെ രാഷ്ട്രീയം പോരാന്ന് പറഞ്ഞുകൊണ്ട്. ഈസ് ഇറ്റ് ക്ലിയർ? അപ്പം ഇതാണ് കാര്യം. പിന്നെ ഈ തോന്നിയാസം എന്തെങ്കിലും ഈ കാലത്ത് എന്തും വിളിച്ചു പറയാമെന്നുള്ള തോന്നിയാസം വിളിച്ചു പറയാൻ നിൽക്കരുത്. നിങ്ങൾക്ക് നെഹ്റുവിനെ എതിർക്കാം, നിങ്ങൾക്ക് ഗാന്ധിയെ എതിർക്കാം, മനസ്സിലായില്ലേ? പക്ഷേ നിങ്ങൾക്ക് സവർക്കറിനെ എതിർക്കാം, നിങ്ങൾക്ക് ഗുരുജീനെ എതിർക്കാം. പക്ഷേ എതിർക്കുന്ന സമയത്ത് പറയുന്നതിൽ എന്തെങ്കിലും സബ്സ്റ്റൻസ് വേണം. അത് പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് വിളിച്ച് എന്തെങ്കിലും വിളിച്ച് വന്നിട്ട് ഉള്ള വില പോലും കളയരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.